എനിക്കറിയാം കൊച്ചു കള്ളൻ നിനക്ക് എന്നോട് സ്നേഹമാണെന്ന്. അനീഷ് ഇങ്ങനെ നടക്കുക. ഇന്നലെ ബിഗ് ബോസിലെ ഒരു വലിയ സംഭവം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും എല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. അനീഷ് ഇഷ്ടപ്പെടുന്ന ആര്, വെറുക്കുന്ന ആര്. അനീഷിന്റെ അടുത്ത് പറയാനും ബിഗ് ബോസ് പറയുന്നു, ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുക അനീഷെ, ഒന്ന് വാ തുറക്കാന്നൊക്കെ പറയായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു സുഹൃത്തുക്കൾ ആരും ഇതിനകത്തില്ല എന്നായിരിക്കും പറയുന്നത്. കാര്യം പുള്ളിക്ക് സുഹൃത്തുക്കളായിട്ടുള്ളതായിട്ട് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പക്ഷെ ഈ അനീഷ് ഷാനവാസിന്റെ പേര് പറയും. ഇവർ തമ്മിലുള്ള ഒരു കോംബോ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവര് തമ്മിൽ ഒരു സ്നേഹം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവരത് അനീഷ് തുറന്നു പറയത്തില്ല. അനീഷിന്റെ ഉള്ളിലാണ് സ്നേഹം. അതുപോലെ ശത്രുവായിട്ട് ആര്യന്റെ കാര്യവും പറഞ്ഞു. ഇന്നലെ ആര്യനെ കുറിച്ച് ഒത്തിരി ഇതാണ്. ജിസേലിന്റെ വാല് കടിച്ച് നടക്കുകയാണ്, പിന്നെ എന്തുവാ പോക്കറ്റിൽ കൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞു. ജിസേലിനെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഈ ആര്യന്റെ വില അവൻ തന്നെ കളയാം. അവനെ കുണ്ടിക്കടിച്ചിട്ട് അവള് പോകും. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിനകത്തിലെ കളിയുടെ ബിഗ് ബോസ് ഹിന്ദിയിലൊക്കെ പോയി അഭിനയിച്ചവരാണ് ജിസേല്. അപ്പൊ അവർക്കറിയാം തന്ത്രങ്ങൾ. ആരെങ്കിലും ആണുങ്ങളെ കൂടെ നിർത്തണമെന്നും അത് അവരുടെ തന്ത്രമാണ്. ഈ പൊട്ടൻ ഇതൊന്നും മനസ്സിലാക്കാതെ ഉള്ള കളി. അതുപോലെ തന്നെ ജയിലിൽ പോയി കിടക്കുമ്പോ അവിടെ പോയി കിടന്ന് അങ്ങ് വിഷാദം പ്രകടിപ്പിക്കുക. ഇന്നലെ ലക്ഷ്മിക്ക് പണി കൊടുത്തു ഇന്നലെ ബിഗ് ബോസ്. ആ ഉനിലിനെ ഇട്ട് പാവത്തിനെ ഇട്ട് കരയിപ്പിച്ചതിന്റെ പേരിലായിരിക്കും ഉനിലിന് എല്ലാരും പറഞ്ഞു, കൂടുതലും പറഞ്ഞു ജിസേലിനും പിന്നെ ലക്ഷ്മിയും ജയിലിൽ നിന്ന് കിടക്കേണ്ടി. പക്ഷെ ഇവരെ നമ്മൾ തോന്നുന്ന ഇവരുടെ ഒരു കോമ്പോ. അപ്പം ഇവര് പറയുന്നുണ്ട്, എനിക്കറിയാം കൊച്ചു കള്ളൻ നിനക്ക് എന്നോട് സ്നേഹമാണെന്ന്. അനീഷ് ഇങ്ങനെ നടക്കുക. പിന്നെ മിണ്ടത്തില്ല. അകത്ത് കയറി നിനക്ക് എന്നോട് സ്നേഹമാണെന്നും പറയത്തില്ല. പുള്ളി നടക്കും. ഷാനവാസ് പുറകെ നടന്ന് കൊച്ചു കള്ള നിനക്ക് എന്നോട് സ്നേഹമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളി ഇങ്ങനെ മിണ്ടാതെ നടക്കും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യത്വമുള്ള രണ്ട് ഹൃദയങ്ങളാണ് ബിഗ് ബോസിലെ അനീഷും പിന്നെ ഷാനവാസും. ഈ ഷാനവാസ് സത്യം പറഞ്ഞാൽ ഇച്ചിരി ഒരു പക്വതയോടൊക്കെ ചില കാര്യങ്ങളിലൊക്കെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഷാനവാസ് പക്വതയോടെ കളിക്കുന്നുണ്ട്. ഇപ്പൊ വോട്ടിംഗ് നിലവാരത്തിലാണെങ്കിൽ അനുമോളൊന്നും, രണ്ടാമത് അനീഷ്, പിന്നെ മൂന്നാമത് ആദില, നാലാമത് അക്ബർ വന്നേക്കാണ്. അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സേഫ് സോണിലാണ്. ഈ ആര്യരൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ പുറകെ കിടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് വോട്ടിംഗ് നിലവാരം പോകുന്നത്. ഈ ആഴ്ചത്തെ നോമിനേഷൻ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് ബിഗ് ബോസ് എടുക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് അടുത്ത രണ്ടിൽ കാണാം. നന്ദി, നമസ്കാരം.